ഒരു വെറ്ററിനറിയൻ എന്നുള്ള രീതിയിൽ എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്ററിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്ററിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. ഈ വാക്സിനേഷന് ശേഷം പിന്നെ ചോദ്യം വരാറ് ഡീവേമിങ്ങിനെ കുറിച്ചാണ്. ചെറിയ നായ്ക്കുട്ടികൾക്ക് വയറ്റുന്ന പോക്ക്, ഛർദി എന്ന് പറഞ്ഞ് വരുന്ന മിക്ക കേസസും ഡീവേമിങ് റിലേറ്റഡ് ആണ് ആവാറ് മിക്കവാറും. ഡീവേമിങ് പലരും വിചാരിച്ചിരിക്കുന്നത് ഒരു 6 മാസം ആവുന്ന സമയത്ത് ഒക്കെ കൊടുത്താൽ മതി എന്നുള്ളതാണ്. പക്ഷെ ശരിക്കും ഡീവേമിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 2 ആഴ്ച പ്രായമാകുമ്പോഴാണ്. പാല് മാത്രം കുടിക്കുന്ന നായക്കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ വേംസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അമ്മയുടെ ശരീരത്തിൽ പ്രഗ്നൻസിയുടെ ടൈമിൽ ഈ വേംസ് ഒരു ഡോർമന്റ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. പാല് കുടിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുക. സോ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ നിങ്ങൾ ബ്രീഡ് ചെയ്യുന്നതിന് മുന്നേ അമ്മയ്ക്ക് ഡീവേമിങ് ടാബ്ലറ്റ്സ് കൊടുക്കുന്നത് നല്ലതാണ്. എന്നാലും 2 ആഴ്ച കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ കണ്ണ് തുറന്ന് വരുന്ന പ്രായമാവുന്ന സമയത്ത് ഡീവേമിങ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. 2 ആഴ്ച ആവുമ്പോൾ ഡീവേമിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വാക്സിനേഷന് മുന്നേ 1 ആഴ്ച മുന്നേ ഡീവേം ചെയ്യുന്നതാണ് ഓർത്ത് വയ്ക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള കാര്യം. പിന്നെ വരുന്നൊരു ചോദ്യം സ്റ്റെറിലൈസേഷനെ കുറിച്ചാണ്. അതായത് നായയിൽ ഗർഭനിരോധനം ചെയ്യണോ ചെയ്യണ്ടേ, അതെപ്പോഴാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ. നിങ്ങൾ ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നായയിൽ ഗർഭനിരോധനം ചെയ്യുന്നതായിരിക്കും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നല്ലത്. പല ഓണേഴ്സും ചോദിക്കാറുള്ളത് ഈ ഹീറ്റ് സിംറ്റംസ് ഒക്കെ വരുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ്. സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് സ്റ്റെറിലൈസേഷന് പലരും കാണാറ്. ഇനി മെയിൽ ഡോഗ്സിലാണെങ്കിൽ അവരുടെ ഒരു സെക്ഷൽ മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് റാൻഡം ഒബ്ജക്ട്സിലൊക്കെ മൗണ്ട് ചെയ്യുമ്പോഴാണ് സ്റ്റെറിലൈസേഷനെ കുറിച്ച് ചിന്തിക്കാറ്. ഐഡിയലി സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് ഒരു 8 to 12 months വരെയാണ്. സ്മോളർ ബ്രീഡ്സ് കുറച്ചും കൂടെ നേരത്തെയും. ഇങ്ങനെ പറയാൻ കാരണം ഈസ്ട്രജൻ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റെറോൺ ഇവരുടെ സെക്സ് ഹോർമോൺസിന് ഗ്രോത്ത് ആയിട്ടും കുറച്ച് റിലേഷൻ ഉണ്ട്. അതായത് ഇവരുടെ ബോൺസ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രോത്ത് പ്ലേറ്റ് ഉണ്ടാവും. ഈ ഹോർമോൺസ് പെട്ടെന്ന് ഇല്ലാണ്ടാവുകയാണെങ്കിൽ ആ ഗ്രോത്ത് പ്ലേറ്റിൻ്റെ ക്ലോഷർ കറക്റ്റായിട്ട് സംഭവിക്കില്ല. അപ്പോൾ ലോങ്ങർ ആയിട്ടുള്ള ബോൺസ് ആയിരിക്കും. അതായത് ആ ആനിമലിൽ കുറച്ചും കൂടെ ഹൈറ്റ് വെക്കുകയും ചെയ്യും, കുറച്ചും കൂടെ സ്ലെൻഡർ ആവുകയും ചെയ്യും. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഹൈറ്റ് വെക്കുന്ന സമയത്ത് ഇവർക്ക് ജോയിൻറ്റ് പ്രോബ്ലംസ് അല്ലെങ്കിൽ വെയിറ്റ് ബാരിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളൊരു സെക്ഷൽ മെച്യൂരിറ്റി എത്തിയതിന് ശേഷം ഇവരെ തന്നെ സ്റ്റെറിലൈസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. ഒരുപാട് അസുഖങ്ങൾ വരാതിരിക്കാൻ സ്റ്റെറിലൈസേഷൻ സഹായിക്കും. ചില ബ്രീഡിനൊക്കെ ചില അസുഖങ്ങൾ, റിപ്രൊഡക്റ്റീവ് അസുഖങ്ങൾക്ക് കൂടുതൽ പ്രോണാണ്. പക്ഷേ ഈ ഹോർമോൺസ് ഒക്കെ പെട്ടെന്ന് ഇല്ലാണ്ടാവുന്ന സമയത്ത് ഹ്യൂമൻസിൽ ഇപ്പോൾ മെനോപാസ് ആവുന്ന സമയത്ത് കാണുന്ന പോലെ കാൽഷ്യം റിട്ടൻഷൻ പ്രോബ്ലം, മെറ്റബോളിക് പ്രോബ്ലംസ് ഒക്കെ ഡോഗ്സിലും കാറ്റ്സിലും കാണാറുണ്ട്. സോ ഇത് രണ്ടും കൂടെ വേ ചെയ്ത് ഒരു ഡിസിഷനിലേക്ക് എത്തുന്നതായിരിക്കും നല്ലത്. ഇതും എഗെയിൻ ഒരുപാട് കൺട്രീസിൽ മാൻഡേറ്ററി ആയിട്ട് ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കാത്ത ആനിമൽസിനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യണം എന്ന് പറയുന്നവരുണ്ട്. ഇത് അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ഒഴിവാക്കാനും അതുവഴി സ്ട്രേ ഡോഗ്സ് പോപ്പുലേഷൻ കൂടുന്നത് തടയാനും വേണ്ടിയിട്ടാണ്. സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല ഇഞ്ചെക്ഷൻസ് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. സ്റ്റെറിലൈസ് ചെയ്യാൻ ആക്ച്വലി ഇഞ്ചെക്ഷൻസ് അവൈലബിൾ ആണ്. 6 മാസം കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ 1 വർഷം കൂടുന്ന സമയത്ത് ഇത് റിപ്പീറ്റ് ചെയ്യണം. അതും ഒരു ഇഞ്ചെക്ഷന് ഓൾമോസ്റ്റ് 13,000 rupees വരും. മാത്രമല്ല ഇതിന് നല്ല സൈഡ് എഫക്ട്സും ഉണ്ട്. നമ്മളിവിടെ പ്രാക്ടിക്കലായിട്ടൊരു കാര്യം ആലോചിക്കുന്ന സമയത്ത് ഫൈനാൻഷ്യൽ പെർസ്പെക്റ്റീവും കൂടെ നോക്കുന്നുമുണ്ട്. ഇഞ്ചക്ഷൻ വെച്ച് സ്റ്റെറിലൈസ് ചെയ്യുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും നല്ലത് സർജിക്കലി സ്റ്റെറിലൈസ് ചെയ്യുന്നതാണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറും എല്ലാം കൂടെ തന്നെ ഈ ഒരു എമൗണ്ട് വരാൻ സാധ്യതയില്ല. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു ABC സെൻറ്റർ ഉണ്ട്, 1962 സർജിക്കൽ യൂണിറ്റ് ഉണ്ട്. സോ ഇവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആനുവൽ ബർത്ത് കൺട്രോൾ മെഷേഴ്സ് അല്ലെങ്കിൽ എവിടെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഐഡിയ കിട്ടും. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിനെ കുറിച്ചും ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഹീറ്റിലാവുന്ന സമയത്ത് ഒരുപാട് മെയിൽ ഡോഗ്സിന് ഫീമെയിൽ ഡോഗ്സ് അട്രാക്ട് ചെയ്യാനും അല്ലെങ്കിൽ മെയിൽ ഡോഗ്സിൻ്റെ അവിടേക്ക് ഫീമെയിൽ ഡോഗ്സ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഈ സമയത്ത് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളിപ്പോൾ എത്ര വീട്ടിൽ വളർത്തുന്ന നായയാണെങ്കിലും ബ്രീഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ ബ്രീഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻസിലുള്ള പോലെ ഫസ്റ്റ് 24 hours അല്ലെങ്കിൽ ഫസ്റ്റ് 1 week അല്ല മെഡിക്കൽ ടെർമിനേഷൻ ചെയ്യേണ്ടി വരിക. 30 daysലാണ് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി ഉണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. സോ കുട്ടി ഉണ്ടെന്ന് കൺഫേം ചെയ്താൽ മാത്രമാണ് നമ്മൾ മെഡിക്കൽ ടെർമിനേഷൻ ചെയ്യേണ്ടതുള്ളൂ. പ്രഗ്നൻസി ടെർമിനേഷൻ പൊതുവേ ടാബ്ലറ്റ്സ് ആയിട്ടാണ് കൊടുക്കാറ്. ഇഞ്ചെക്ഷൻസ് ആയിട്ടും ചെയ്യാവുന്നതാണ്. രണ്ടിനും അത്യാവശ്യം നല്ല സൈഡ് എഫക്ട്സ് ഉണ്ട്.
പക്ഷേ ഒരു സ്ട്രേ പോപ്പുലേഷനെ നമ്മളായിട്ട് കൂട്ടുന്നതിനെക്കാട്ടും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അൺവാണ്ടഡ് പ്രഗ്നൻസിയിൽ മെഡിക്കലി ടെർമിനേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഫൈനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് വെറ്റിനറി ഫീൽഡ് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയ പോലെ, ഹ്യൂമൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ പലപ്പോഴും ആനിമൽസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഡോക്ടേഴ്സിന് പറ്റാറില്ല ഒബ്വിയസ്ലി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നുള്ളത് ഹിസ്റ്ററി, അതായത് നിങ്ങൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് തരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്മെൻറ്റ്സ് ഈ ഫീൽഡിൽ വന്നതുകൊണ്ട് ബ്ലഡ് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സ്കാൻ ചെയ്യാൻ എക്സ്റേ എടുക്കാനൊക്കെ കുറച്ചും കൂടെ ഫെസിലിറ്റീസ് ഇപ്പോൾ ഓപ്പൺ ആണ്. അറ്റ്ലീസ്റ്റ് ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു ഹോസ്പിറ്റലെങ്കിലും ഇതിനൊക്കെ എക്യുപ്ഡ് ആണ്. ഈ ഫീൽഡിലുണ്ടായ ഈ അഡ്വാൻസ്മെന്റ്സ് ഒക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഒരു മിനിമം ഫീ ചാർജ് ചെയ്യാതെ ഫ്രീ ആയി കൊടുക്കാൻ പറ്റുന്നത് ഒരു പോസിബിലിറ്റി അല്ല. സോ റാൻഡമായിട്ട് ആൻറ്റിബയോട്ടിക്സ് ചെയ്യുന്നതിനെക്കാട്ടും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഓർഗന് പ്രശ്നം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒക്കെ മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യാനാണ് മിക്ക വെറ്റിനറി പ്രൊഫഷണൽസും ട്രൈ ചെയ്യാറ്. സോ അതുകൊണ്ട് തന്നെ റാൻഡമായിട്ട് ഒരു സിംറ്റം പറഞ്ഞിട്ട് ഈ നായക്ക് ഈ അസുഖം തന്നെയല്ലേ, ആണോ, അല്ലെങ്കിൽ ഇതിനെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ഉത്തരം പറയാൻ പറ്റാറില്ല. വീഡിയോ ചെയ്ത് തുടങ്ങിയത് ശരിക്കും പറയാ വെച്ചാൽ ഈ അസുഖങ്ങളെക്കുറിച്ച് ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ എന്നും വേണ്ടി മാത്രമാണ്. ഇവിടെ ഇപ്പോൾ ഈ അസുഖമാണെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്കം എന്നുള്ളതൊന്നും പലപ്പോഴും വെറ്റിനറിയൻസിന് ഹോസ്പിറ്റലിൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ മിക്കപ്പോഴും സമയം ഉണ്ടാവാറില്ല. സോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യണത്. വീഡിയോ കണ്ടതിന് ശേഷം ഈ അസുഖം തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ട് ഇതിന് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ, എന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകണ്ടല്ലോ എന്നൊരു ഡിസിഷനിലേക്ക് നിങ്ങൾ എത്തരുത്. സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മിനിമം പരിഗണനയാണ്. റിക്കവറി ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല വെച്ചാൽ മേഴ്സിക്കിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ റാദർ ദാൻ തെരുവിലേക്ക് അഴിച്ചു വിടുന്നതിനെക്കാട്ടും. നിങ്ങൾക്കൊരു കണ്ടീഷനെ കുറിച്ച് ഒരു ഡയഗ്നോസിസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആനിമൽസിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ നിങ്ങൾക്കിപ്പോൾ വീഡിയോ കോൾ ചെയ്തും വെറ്റിനറിയൻസിനെ കൺസൾട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കും ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട്. ഈ താഴെ പറയുന്ന നമ്പറിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അപ്പോയിൻമെൻറ്റ് ബേസിസിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ കൺസൾട്ടേഷൻ കംപ്ലീറ്റ്ലി വീഡിയോ കോൾ ബേസിസിലാണ്. സോ അതുകൊണ്ട് തന്നെ ആനിമലിനെ കണ്ടിട്ട് തന്നെ നമുക്ക് ഒരു പരിധി വരെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. വീഡിയോ കോളിലും ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ എന്നാലും വെറുതെ കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ സിംറ്റം പറഞ്ഞ് നിങ്ങൾ മരുന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ഭേദമാണ് വീഡിയോ കൺസൾട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ മനസ്സിലും ഇതുപോലത്തെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മറ്റ് ഹാൻഡിൽസ് ആയ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാത്തിനെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.